ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്നും റസ്മിൻ ബായി പുറത്തായിരിക്കുന്നു എന്നുള്ള വാർത്ത ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. കുറഞ്ഞപക്ഷം ഒരു മാസം മുൻപെങ്കിലും റസ്മിൻ ബിഗ് ബോസിൽ നിന്നും പുറത്തു പോകേണ്ട വ്യക്തിയായിരുന്നു. അങ്ങനെ സംഭവിക്കാതിരുന്നത് ഏകദേശം 4 പ്രാവശ്യത്തോളം പവർ ടീമിലേക്ക് വരികയും അങ്ങനെ രക്ഷപ്പെടുകയും ചെയ്തു. ഒരു പ്രാവശ്യം ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തി, ആ പ്രാവശ്യവും രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നുവെങ്കിൽ മുൻപ് തന്നെ റസ്മിൻ പുറത്തു പോകുമായിരുന്നു. എന്തുകൊണ്ടാണ് റസ്മിൻ എന്ന സാധാരണക്കാരെ പ്രതിനിധീകരിച്ചു വന്നൊരു വ്യക്തിക്ക് വോട്ട് കുറവായി പോയത്? സാധാരണക്കാരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു മത്സരാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ വിവിധ ബിഗ് ബോസ് ഷോകൾ പരിശോധിച്ചാൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. കാരണം നമ്മുടെ ഇടയിൽ നിന്ന് വന്ന ഒരു സാധാരണ മത്സരാർത്ഥി എന്ന പരിഗണനയാണ് എല്ലാവരും കൊടുക്കാറുള്ളത്. എന്നാൽ മലയാളം ബിഗ് ബോസിൽ അങ്ങനെയൊന്നും ലഭിക്കാറില്ല എന്നുള്ളതാണ് ഏറെ വാസ്തവം. മലയാളികൾ എല്ലായ്പ്പോഴും ഉറ്റുനോക്കുന്നത് പ്രകടന മികവാണ്. അത് വലിയ സെലിബ്രിറ്റി ആണെങ്കിലും സാധാരണക്കാരാണെങ്കിലും അവരുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീർച്ചയായിട്ടും അവരെ ഉൾക്കൊള്ളുക. റസ്മിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുൻപ് തന്നെ ആൾക്കാരുടെ വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ട് കയറിയതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാരെ വെറുപ്പിച്ചുകൊണ്ടായിരുന്നു റസ്മിൻ ബായി അകത്ത് കയറിയത് എന്നാണ് എൻ്റെ പക്ഷം. അതായത് റസ്മിൻ ബിഗ് ബോസിന്റെ കോമണർ മത്സരാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള ആ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ റസ്മിന്റെ പേരിൽ ഫാൻ പേജ് പ്രത്യക്ഷപ്പെട്ടു. മൈൽസ് ടു ഗോ റസ്മിൻ എന്നുള്ള ക്യാമ്പയിൻ അതിനകത്ത് ആരംഭിക്കുവാൻ തുടങ്ങി. റസ്മിൻ തന്നെയാണ് ഈ പരിപാടികളെല്ലാം കാട്ടിക്കൂട്ടിയതെന്നാണ് സമൂഹ മാധ്യമങ്ങൾ അന്നേ ചർച്ച ചെയ്തത്. എന്തായാലും റസ്മിൻ ചെയ്തത്, ആരൊക്കെ റസ്മിനെ ആ സമയത്ത് വിമർശിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം ചാനലുകളുടെ മുഖചിത്രം എടുത്ത് തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യുകയും ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള മറുപടി നൽകുകയും ചെയ്തു. ഏതെങ്കിലും ഒരു വാക്കുകൊണ്ടെങ്കിലും റസ്മിനെ സപ്പോർട്ട് ചെയ്ത ഏതെങ്കിലും ഒരു ചാനൽ ഉണ്ടെങ്കിൽ ആ ചാനലിന്റെയും തമ്പനെയിലുകൾ അതിനകത്ത് പ്രദർശിപ്പിക്കുകയും അവർക്കൊക്കെ വലിയ നന്ദി പറയുകയും ചെയ്തു. ഇതൊക്കെ ആയപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങൾ നോട്ടമിട്ട് വെച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അധികമാരും റസ്മിന്റെ പ്രകടനത്തിന് വാല്യൂ കൊടുക്കുവാനോ അവരെ പ്രകീർത്തിക്കുവാനോ തയ്യാറായില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. രണ്ടാമത്തേത്, ബി ഹൗസിൽ കയറിയതിനു ശേഷം തരക്കേടില്ലാതെ കളിച്ചു വന്ന റസ്മിൻ സുഹൃത്ത് വലയത്തിനകത്ത് ഉൾപ്പെട്ടുപോയി. സമൂഹം ഏറ്റവും അധികം വിമർശിക്കുകയും വെറുക്കുകയും ചെയ്ത 2 മത്സരാർത്ഥികൾ, ഒന്ന് നോറ, മറ്റൊന്ന് ജാസ്മിൻ. ഈ 2 മത്സരാർത്ഥികളുടെ വാലായി ഉറ്റ തോഴിയായി അവരുടെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയായി റസ്മിൻ മാറിയപ്പോൾ തന്നെ റസ്മിനെ മറ്റുള്ളവർ കൂടുതൽ വിമർശിക്കുവാൻ തുടങ്ങി. ഇടയ്ക്ക് റസ്മിന് തന്നെ കാര്യങ്ങൾ മനസ്സിലായി, ഈ സൗഹൃദമൊക്കെ തനിക്ക് പാരയായിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഈ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ അവിടെ ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ആ തീരുമാനത്തിനൊന്നും ഒരാഴ്ചക്കപ്പുറത്തേക്കുള്ള ആയുസ്സും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ റസ്മിൻ പുറത്താകുമ്പോൾ നിരാശപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഏറെ അഭിമാനിക്കുവാൻ കഴിയും. കാരണം പ്രേക്ഷകരുടെ സപ്പോർട്ട് തീരെ കുറവായിരുന്നിട്ടും ഈ 70ഓളം ദിവസങ്ങൾ ബിഗ് ബോസിനുള്ളിൽ പിടിച്ചു നിന്നു എന്നുള്ളത് ഒരത്ഭുതം തന്നെയാണ്. അതിൽ നന്ദി പറയേണ്ടത് ഭാഗ്യം എന്ന ഘടകത്തോടാണ്. ഭാഗ്യം റസ്മിൻ ബായിയെ കൈയയച്ച് സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ എന്നേ സാധാരണക്കാരുടെ നടുവിലേക്ക് റസ്മിന് മടങ്ങിപ്പോരേണ്ടി വരുമായിരുന്നു. പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പങ്കുവെക്കുവാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.